മുടി വളരാനായിട്ട് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് ഫോസ്ഫറസ്. ഇത് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് എള്ളിലാണ്. അപ്പോൾ ഈ എള്ള് എങ്ങനെ കഴിക്കാമെന്ന് നമുക്ക് നോക്കാം. എള്ളും പിന്നെ ഒരു ചക്കരയും കിട്ടിയിട്ടുണ്ട്, കരിപ്പെട്ടി ചക്കര. രാത്രി 9:30 സമയം പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ നമ്മളൊരു ലേഹ്യമാണ് ഉണ്ടാക്കുന്നത്. നാളികേരം നല്ലോണം പിഴിഞ്ഞ് പാലെടുത്ത് അതിലേക്ക് ചുക്കുപൊടി, ഒരു പിടി അരിമോദകം പൊടിച്ചത്, കരിപ്പെട്ടി ചക്കര ഉരുക്കി ഒഴിച്ചത്, പിന്നെ അത്യാവശ്യം നല്ലോണം എള്ള് എത്ര വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. അതും കൂടെ ഒരുമിച്ച് കലക്കി ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. സാധാരണ ഉരുളിയിലാണ് ഞാൻ ലേഹ്യങ്ങളൊക്കെ ഉണ്ടാക്കാറ്. ഇന്നിപ്പോൾ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ കടായിലാണ് ചെയ്യുന്നത്. ഇതാവുമ്പോൾ നമുക്ക് ഫ്ലെയിം അത്യാവശ്യം മീഡിയത്തിലും ലോ ഫ്ലെയിമിലും ഒക്കെ ഇട്ടിട്ട് ഇതുപോലത്തെ പൊട്ടിത്തെറികൾ ഒഴിവാക്കാൻ പറ്റും. കാരണം ഉരുളിയിലാവുമ്പോൾ നല്ലോണം പൊട്ടിത്തെറിച്ച് നമ്മുടെ കൈയൊക്കെ പൊള്ളാൻ സാധ്യതയുണ്ട്. അങ്ങനെ വെള്ളം നല്ലോണം വറ്റി വരുന്ന സമയത്ത് നമ്മൾ നെയ്യ് ചേർക്കണം. നെയ്യ് നമുക്ക് എത്രയാണോ ആവശ്യം അത്രയും ചേർക്കാം. ഇതിനകത്ത് അങ്ങനെ അളവും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നെയ്യ് ചേർത്ത് എല്ലാം കൂടെ നല്ലോണം ഇളക്കി നെയ്യ് തെളിഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്നും കൂടി വറ്റിച്ച് എടുക്കാം. ലേഹ്യം നല്ല കട്ടിയായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. സ്പൂണിൽ കോരിയെടുക്കുമ്പോൾ പുറത്തേക്ക് വീഴാത്ത രീതിയായിരിക്കണം. അതാണ് ലേഹ്യത്തിൻ്റെ പാകം. ഇതാ ഏകദേശം ഈ ഒരു പാകത്തിൽ നമുക്ക് വാങ്ങി ചൂടാറിയതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ച് ഒരു 1-1.5 ആഴ്ച വരെ പുറത്ത് സൂക്ഷിക്കാം. പിറ്റേ ദിവസം നല്ലോണം ചൂടാറിയതിന് ശേഷമുള്ള പരുവാണിത്. സ്പൂണ് നമ്മൾ കുടഞ്ഞാലും താഴേക്ക് പിടിച്ചാലും ഒന്നും ഈ ലേഹ്യം അതുമൊന്നും വിട്ടുപോരില്ല. അതാണ് കറക്റ്റ് പാകം. എല്ലാവരും ഉണ്ടാക്കി കർക്കിടകത്തിൽ പ്രത്യേകിച്ച് കഴിച്ചു നോക്കണേ. കമൻസ് അറിയിക്കണേ.